Hello everybody, myself Sukriti CS, IT Club Coordinator ആണ് ജവഹർ പബ്ലിക് സ്കൂളിൽ. സോ ഇന്ന് IT ക്ലബ്ബ് ലീഡ് ചെയ്യുന്ന ഒരു സൈബർ സെക്യൂരിറ്റി ആൻഡ് അവയർനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുവാണ് ഫോർ സ്റ്റുഡൻസ് ഓഫ് ഗ്രേഡ് 9 to 12. ഇന്ന് നമ്മുടെ ഇനോഗ്രൽ ഓഫീസറായിട്ട് വന്നേക്കുന്നത് PMJF ലയൺ ഡോക്ടർ A കണ്ണനാണ്, പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ഓഫ് ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ. ആൻഡ് നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ലയൺ എഡ് വിനയകുമാരൻ നായർ സാറാണ്. സാർ റിട്ടയർഡ് ഡെപ്യൂട്ടി കമാൻഡന്റ് ആണ് ഓഫ് കേരള പോലീസ്. നമസ്കാരം. ഇന്ന് നമ്മൾ സൈബർ സേഫ്റ്റി ഡേക്ക് വേണ്ടി നമ്മുടെ ജവഹർ പബ്ലിക് സ്കൂളിലെ കുട്ടികൾക്ക് ഒരു സൈബർ അവയർനെസ് ക്ലാസ്സാണ് എടുത്തത്. നമുക്ക് വളരെ ഏബിളായിട്ടുള്ളൊരു ഫാക്കൽറ്റി വിനയകുമാരൻ സാറ് ഈവൻ സൈബർ ക്രൈംസ് ആ യൂണിറ്റ് ഇരുന്ന് ഒത്തിരി സൈബർ ക്രൈംസ് സോൾവ് ചെയ്യാൻ വേണ്ടി അനുഭവമുള്ള ഒരു വ്യക്തിയാണ് നമുക്കിന്ന് കിട്ടിയത്. ശരിക്കും ഈ ഏജിലുള്ള കുട്ടികൾ വിത്തൗട്ട് നോയിങ് എ ലോട്ട്, ഈവൻ ഏജ്ഡ് ആൾക്കാരും പോലും അതറിയില്ല, പക്ഷേ ഇവരൊക്കെ ഇൻ്റർനെറ്റിൽ വളരെ എക്സ്പോസ്ഡാണ്. അപ്പം അങ്ങനെയുള്ള കാലത്ത് ലെറ്റ് ഇറ്റ് ബി ഫ്രം മൈനർ ക്രൈം ടു എ മേജർ ക്രൈം, അത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നാണ്. അപ്പോൾ സാറ് പറഞ്ഞ ഒരു വാക്ക് തിങ്ക് ബിഫോർ യു ക്ലിക്ക് എന്നാണ്. അപ്പോൾ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. ഇത് സേഫ് ആണോ അല്ലേ എന്ന് തിരിച്ചറിഞ്ഞ് അത് എങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കാം. ഈവൻ മാനഹാനി മുതൽ നമ്മുടെ ഹ്യൂജ് ഫണ്ട്സ് വരെ ഇന്നത്തെ കാലത്ത് മോഷണം പോകുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് തടയാൻ പറ്റും. ഇൻ്റർനെറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, പക്ഷെ അത് ഉപയോഗിക്കുന്നത് സേഫായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനായിരുന്നു ഇന്നത്തെ ക്ലാസ്. ഇന്ന് ജവഹർ പബ്ലിക് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ്, എസ്പെഷ്യലി ഫാദർ ജോഷി ആൻഡ് ടീം ആൻഡ് IT കോർഡിനേറ്റർ മിസ് സുകൃതി, എല്ലാവരുടെയും കോർഡിനേഷൻ കാരണമാണ് ഇന്ന് ലയൺസ് ക്ലബിൻ്റെ ട്രിവാൻഡ്രം എയർപോർട്ട് സിറ്റി എന്നുള്ള ക്ലബ്ബാണ് ഇത് ഓർഗനൈസ് ചെയ്യാനായിട്ട് സഹകരിച്ചത്. അതിൻ്റെ പ്രസിഡൻറ്റ് ലയൺ വാസു കൂടെ ഉണ്ട്, മെമ്പേഴ്സായി ത്രിവിക്രമൻ സാറും ശാന്തിയും ഉണ്ട്. ലയൺസ് ക്ലബ്ബ് ഓൾമോസ്റ്റ് 108 years ബാക്ക് അമേരിക്കയിൽ ഉണ്ടായെങ്കിലും ഇപ്പോൾ more than 210 countries സ്പ്രെഡ് ഓവറാണ്. വേർ ദർ ഈസ് എ നീഡ് ദർ ഈസ് എ ലയൺ എന്നുള്ളൊരു സ്ലോഗനുണ്ട്. അപ്പം എവിടെ എന്താണ് ആവശ്യം, ഇന്നിപ്പോൾ കുട്ടികൾക്ക് സൈബർ ക്രൈമിൻ്റെ ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ ഡെയിലി RCCയുടെ ഫണ്ടിൽ 100-600 പേർക്ക് ഭക്ഷണം വിളമ്പുന്നുണ്ട്. കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ലയൺസ് ക്വസ്റ്റ് എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് ബോധവൽക്കരണവും അഡോളസൻസ് ഏജിലെ സ്കിൽ ഡെവലപ്മെൻറ്റ് എയിം ചെയ്ത് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതും നമ്മൾ ജവഹർ പബ്ലിക് സ്കൂളിൽ ഉടനെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ടീച്ചേഴ്സ് ട്രെയിനിങ് വർക്ക്ഷോപ്പ് നമ്മൾ കഴിഞ്ഞ മാസം ഇവിടെ ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി കുട്ടികൾക്ക് അത് വരുമ്പോഴേ ആ ജനറേഷൻ്റെ ചേഞ്ച് ഇൻ മെൻറ്റാലിറ്റി, ഹൗ ദേ സ്പീക്കപ്പ്, ഹൗ ദേ സ്പീക്ക് ഫോർ ദംസെൽഫ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കോഴ്സാണ്. സോ ലയൺസ് ക്വസ്റ്റ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അഡോളസൻസ് ഏജ് ഗ്രൂപ്പിൽ തന്നെ വരുന്ന കണ്ണിൻ്റെ പ്രോബ്ലംസിന് വേണ്ടി ഞങ്ങൾ സൈറ്റ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി തന്നെ ഹ്യൂജ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഈവൻ ഡിസേബിൾഡ് ചിൽഡ്രൻ, സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രന് ഞങ്ങൾ ഓൾമോസ്റ്റ് കഴിഞ്ഞ 40 വർഷമായിട്ട് ഒരു സ്പോർട്സ് ഇവൻ്റ് എല്ലാ വർഷവും മുടങ്ങാതെ നടത്തുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഹെൽത്താണ്. സോ ഫ്രം സ്മോൾ നാണക്കേട്, ഇന്ന് വേറൊരു കോയിൻസിഡൻസ്, ഇന്ന് വേൾഡ് സൂയിസൈഡ് ഡേ കൂടെയാണ്. അപ്പം 10 times ആണ് നമ്മുടെ സൂയിസൈഡൽ റേഷ്യോ, അല്ലെങ്കിൽ പക്ഷേ ഏജ് ഗ്രൂപ്പ് പറയുന്നില്ല, ഹോൾ ആയിട്ട് പറയുകയാണെങ്കിൽ 10 times ആണ് വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണങ്ങൾ നമുക്ക് ബോധവൽക്കരിച്ചാൽ തന്നെ മാറാമെന്നുള്ളതാണ്. സോ മെൻ്റൽ ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്
ഫ്രം സൂയിസൈഡ് എന്ന് പറയുമ്പോൾ ഈവൻ അഡിക്ഷൻസ് ആർ ടാർഗറ്റഡ് ഇൻ സ്കൂൾ ചിൽഡ്രൻ നൗ ഡേയ്സ്. അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളൊക്കെ ലയൺസ് ക്ലബ്സ് ഇൻ്റർഫിയർ ചെയ്യാറുണ്ട്. ദർ ആർ ന്യൂമറസ് തിങ്സ്. അപ്പോൾ അതെല്ലാം കൂടി ഈ ചെറിയ ഷോർട്ട് ടൈമിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഐ ഷുഡ് റിയലി താങ്ക് ദ പ്രിൻസിപ്പൽ ഫാദർ ജോഷി ആൻഡ് the management and the faculty of the school for showing so much interest in എന്തൊരു പ്രോജക്റ്റ് പറഞ്ഞാലും അത് നമ്മുടെ കുട്ടികൾക്ക് അത് ഉപകാരപ്പെടണം, നിങ്ങൾക്ക് അത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തൂടെ എന്ന് ചോദിച്ച് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സ്കൂളിനെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നന്ദി പറയുകയാണ്. താങ്ക് യു.